വേൾഡ് ഇൻ വേർഡ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗസയിലെ പാളുന്ന വെടിനിർത്തൽ ചർച്ചകൾ, സൗദിക്ക് ആയുധം നൽകുമെന്ന അമേരിക്കൻ ഉറപ്പ്, കാലാവസ്ഥാ വ്യതിയാനത്തിൽ തകരുന്ന വിദ്യാഭ്യാസ മേഖല എന്നിവയാണ് ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് ചർച്ച ചെയ്യുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ വിജയിപ്പിച്ചെടുക്കാനുള്ള ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാട്ടിലേക്ക് മടങ്ങി എന്നത് ഗസയിലെ ചോരക്കളി ഇനിയും തീരില്ല എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. 10 മാസമായി തുടരുന്ന യുദ്ധത്തിന് അറുതി വരുത്താൻ ഇത് 9ാമത്തെ തവണയാണ് ബ്ലിങ്കൻ പ്രദേശത്തേക്ക് വരുന്നത്. ഇത്തവണത്തെ വരവിൽ നെതന്യാഹുവുമായി 2.5 മണിക്കൂർ ചർച്ച നടത്തിയെങ്കിലും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണം ലഭിക്കാത്തതിനാൽ നിരാശനായാണ് ബ്ലിങ്കൻ്റെ മടക്കം. ഗസയിലെ ഇസ്രായേൽ അധിനിവേശം തുടരാൻ അനുവദിക്കാനാവില്ല എന്നാണ് അമേരിക്കയുടെ നിലപാടെന്ന് ബ്ലിങ്കൻ ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും ഈജിപ്തിനും ഗസയ്ക്കും ഇടയിലുള്ള ഫിലാഡൽഫിയ ഇടനാഴിയിലെ ഇസ്രായേൽ സൈന്യത്തെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന നെതന്യാഹുവിൻ്റെ അഭിപ്രായത്തോട് അമേരിക്ക എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് ഇതുവരെ വ്യക്തമല്ല. ഹമാസും ഈജിപ്തും ഇസ്രായേലിൻ്റെ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഫലസ്തീനൊപ്പം മറ്റ് മധ്യപൗരസ്ത്യ ദേശങ്ങളിലേക്കും എപ്പോഴും കടന്നു കയറാവുന്ന രീതിയിൽ ഈ പ്രദേശം കൈയടക്കി വയ്ക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. ഗസ മുനമ്പിനെ വടക്കും തെക്കുമായി വിഭജിക്കുന്ന നെറ്റ്സറിം ഇടനാഴിയിൽ നിന്ന് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം എന്നതിന് ഇസ്രായേൽ തയ്യാറല്ല എന്നതും ചർച്ചകളുടെ അർത്ഥം കെടുത്തുന്നുണ്ട്. അതേസമയം ചർച്ചകൾക്കിടയിൽ തെല്ലവീവിൽ ഹമാസ് നടത്തിയ ബോംബ് സ്ഫോടനവും കൂടി ആയപ്പോൾ സംഗതി പിടുത്തം വിടുകയാണെന്ന് ബ്ലിങ്കന് തോന്നിക്കാണണം. ഖാൻ യൂനിസിൽ നിന്ന് 6 ബന്ദികളുടെ മൃതശരീരം കണ്ടെത്തിയതോടെ ഇസ്രായേലിനും ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയുടെ കൂടെ ഈജിപ്തും ഖത്തറുമൊക്കെ ഉണ്ടായിട്ടും ഫലമില്ലാത്ത മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഹമാസാണ് ഇപ്പോൾ സഹകരിക്കാത്തതെന്നാണ് ബ്ലിങ്കൻ്റെ പക്ഷം. തങ്ങളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ബ്ലിങ്കൻ്റെ ശ്രമം അംഗീകരിക്കാനാവില്ല എന്നാണ് ഹമാസിൻ്റെ ന്യായം. ഇടയ്ക്കിടയ്ക്ക് പുതിയ വെടിനിർത്തൽ പദ്ധതികളുമായുള്ള അമേരിക്കയുടെ വരവ് ഇസ്രായേലിൻ്റെ താല്പര്യപ്രകാരമാണെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ജൂലൈ 2-ന് മറ്റൊരു പദ്ധതിയുമായി അമേരിക്ക വന്നിരുന്നു. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായ പദ്ധതിയുമായി വന്നതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത്. സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഇസ്രായേലിന് വംശഹത്യ തുടരാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയാണെന്നും ഹമാസ് വാദിക്കുന്നു. രാഷ്ട്രീയമായും സൈനികമായും ഹമാസിനെ തുടച്ചു നീക്കുന്നത് വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം ഒരു ഭാഗത്തും, സ്ഥായിയായ ഒരു വെടിനിർത്തലിനെ തങ്ങളുള്ളൂ എന്ന ഹമാസിൻ്റെ തീരുമാനം മറ്റൊരു ഭാഗത്തും ഇക്കാര്യം ഒരു ഒത്തുതീർപ്പിലെത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് ആയുധങ്ങൾ വിൽക്കില്ല എന്ന തീരുമാനത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയെന്ന് റിപ്പോർട്ട്. യമനിലെ യുദ്ധത്തിൽ ഇടപെടാതിരിക്കുന്നതിന് സൗദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നു 3 വർഷം മുമ്പ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. യമനിലെ ഇടപെടലിൽ നിന്ന് സൗദി അറേബ്യ പിറകോട്ട് പോയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അമേരിക്ക വിലയിരുത്തുന്നത്. ഹൂത്തികൾക്ക് ആയുധം കൊടുത്ത് സഹായിക്കുന്നവരെന്ന് സൗദി ആക്ഷേപിക്കുന്ന ഇറാനുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് സൗദി തൽക്കാലം യമനിൽ നിന്ന് മടങ്ങുന്നത്. യമനിൽ സർക്കാരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന സൗദി ഹൂത്തികളുമായും ചർച്ച നടത്തിയിരുന്നു. യുദ്ധത്തിൽ പങ്കാളികളായി തുടരുന്നത് രാജ്യത്തിന് ദോഷകരമാണെന്ന സൗദി ഭരണകൂടത്തിൻ്റെ വിലയിരുത്തലും പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ടാവണം. തലസ്ഥാനമായ സന്ന കൂടി ഹൂത്തികൾ പിടിച്ചെടുത്തതോടെ തൽക്കാലം മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് സൗദിക്ക് തോന്നിക്കാണണം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യമനും ഹൂത്തികളുമൊന്നുമല്ല നിലവിലെ പ്രശ്നം. തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ഫലസ്തീനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ ചർച്ച വിജയത്തിലെത്തിക്കുന്ന കാര്യത്തിലുള്ള പുരോഗതി തിരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ഗൗരവപ്പെട്ട കാര്യം. മാത്രമല്ല, മധ്യ പൗരസ്ത്യ മേഖലയിലെ ക്രമസമാധാനം ആകപ്പാടെ തകർന്നു കിടക്കുമ്പോൾ കൂടെ നിൽക്കുന്ന സൗദിക്ക് ആയുധം കൊടുക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല എന്നും ഇവർക്കറിയാം.
ഇത്തരത്തിൽ കൂടെ നിർത്തിയാലേ ഈ പ്രദേശത്തൊരു പ്രധാന ശക്തിയായി സൗദി അറേബ്യയെ മാറ്റാനും അതുവഴി തങ്ങളുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാനും കഴിയുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. തങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നാൽ വളരെ പ്രധാനപ്പെട്ടത് ഇസ്രായേലിനോടുള്ള സൗദിയുടെ ചതുർത്ഥി സമ്പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ്. ഇത് പെട്ടെന്നൊന്നും നടക്കില്ലെന്ന് അമേരിക്കയ്ക്ക് അറിയാമെങ്കിലും പതിയെ അതും സാധ്യമാവുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർ. ആയുധ കൈമാറ്റ നിരോധനം പിൻവലിക്കുന്നതിലൂടെ അമേരിക്ക തങ്ങളെ വിശ്വസിക്കുന്നുവെന്ന വലിയൊരു ആശ്വാസത്തിൽ സൗദി എത്തും എന്നാണ് കണക്കുകൂട്ടൽ. ഇസ്രായേലിനെതിരായി ഗസയ്ക്കൊപ്പം നിൽക്കുന്ന ഇറാനുമായാണ് യമനിൽ സൗദിയുടെ യഥാർത്ഥ പോരാട്ടമെന്ന് അമേരിക്കക്കറിയാം. സൗദിക്ക് ആയുധം കൊടുക്കാതിരുന്നാൽ അത് പരോക്ഷമായി ഇറാനെ സഹായിക്കുകയാവും എന്ന തോന്നലും അമേരിക്കക്കുണ്ടായി കാണണം. പിന്നിലൂടെ ഇറാൻ ഒരു അടി കൊടുക്കാനും ഈ നിരോധനം പിൻവലിക്കുന്നതിലൂടെ അമേരിക്ക ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ചൈന ഈ മേഖലയിൽ കൂട്ടുകെട്ട് ഉറപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്. 3 വർഷം അമേരിക്ക ആയുധ ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ചൈനയായിരുന്നു സൗദിയുടെ ഏക ആശ്രയം. ആയുധങ്ങൾ നൽകിയും വികസന പദ്ധതികളിൽ പങ്കെടുത്തും രംഗത്ത് ചുവടുറപ്പിക്കാനുള്ള ചൈനീസ് പദ്ധതികളെ പൊളിക്കുക എന്നതും അമേരിക്കൻ ലക്ഷ്യമാവാൻ ഇടയുണ്ട്. ലോകത്തെ പിന്നാക്ക രാജ്യങ്ങളിലെ ഉഷ്ണവും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും മറ്റ് കാലാവസ്ഥാ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ പുരോഗതിയെ തകർത്ത് കളയുന്ന തരത്തിൽ വ്യാപിക്കുന്നതായി യുനെസ്കോ റിപ്പോർട്ട്. ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളെയും ബാധിക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെയും തകർക്കുന്നുവെന്നാണ് പുതിയ കണ്ടെത്തൽ. 2024 ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ട് പ്രകാരം സമുദ്രനിരപ്പ് ഉയരുന്നതും വരൾച്ചയും വെള്ളപ്പൊക്കവും കാട്ടുതീയും ഇതുവഴി ഉണ്ടാകുന്ന രോഗങ്ങളുമൊക്കെ വിദ്യാഭ്യാസ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള സ്കൂൾ അവധികളാണ് ഇക്കാര്യത്തിലെ പ്രധാന വില്ലൻ. പിന്നെ സ്കൂളുകളുടെ തകർച്ചയും. മിക്കവാറും ഇവ ബാധിക്കുന്നത് പിന്നോക്ക രാജ്യങ്ങളെ ആയിരിക്കും. 2010 പാകിസ്ഥാനിലും 2013 ജക്കാർത്തയിലും ഉണ്ടായ വെള്ളപ്പൊക്കം, മൊസാംബിക്കിൽ 2019 നടന്ന കൊടുങ്കാറ്റ് എന്നിവയൊക്കെ ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് തകർത്ത് കളഞ്ഞത്. നന്ദി.